ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുവാൻ സർവശക്തനായ ദൈവം വീണ്ടും ഇടയാക്കുന്ന എല്ലാ അനുഗ്രഹിക്കപ്പെട്ട പ്രേക്ഷകർക്കും കർത്തൃനാമത്തിൽ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങൾ. അശാന്തമായ ലോകത്തിലെ യഥാർത്ഥ സമ്പത്ത് എന്ന വിഷയത്തെപ്പറ്റി ഇയ്യോബിൻ്റെ പുസ്തകം 28 അധ്യായത്തിൽ നിന്നും അല്പസമയം ചിന്തിക്കുവാൻ നമ്മൾക്ക് ഒന്നിച്ച് കർത്താവിൽ ശരണപ്പെടാം. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് സമ്പത്തിൽ ഭ്രമിച്ച ഒരു ലോകത്തിലാണ്. രാജ്യങ്ങൾ കൂടുതൽ ആഴത്തിൽ കുഴിക്കുന്നു, വിപണികൾ അതിവേഗം ചലിക്കുന്നു, സാങ്കേതിക വിദ്യ ബഹുദൂരം മുന്നേറുന്നു, പണം, അധികാരം, ആസ്തികൾ എന്നിവയിലൂടെ സുരക്ഷിതത്വം കണ്ടെത്താൻ മനുഷ്യർ പരക്കം പായുന്നു. എങ്കിലും ഇതേ സമയം ലോകം യുദ്ധങ്ങൾ, രോഗങ്ങൾ, അനീതി, ഭയം, ഏകാന്തത, അനിശ്ചിതത്വം എന്നിവയാൽ ഉലയുന്നു. ഇത്തരം കഷ്ടതകൾ നിറഞ്ഞ ലോകത്ത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് കാലാതീതമായ ഒരു ചോദ്യം ഉയരുന്നു. എന്താണ് യഥാർത്ഥമായ സമ്പത്ത്? ഇയ്യോബിന്റെ പുസ്തകം 28 അധ്യായം നമുക്ക് ആഴമേറിയ ഉത്തരം നൽകുന്നു. ഈ അധ്യായം ആരംഭിക്കുന്നത് മനുഷ്യന്റെ കഴിവുകളെ പ്രകീർത്തിച്ചുകൊണ്ടാണ്. വെള്ളി, സ്വർണം, ഇരുമ്പ്, വിലയേറിയ രത്നങ്ങൾ എന്നിവ വേർതിരിച്ചെടുക്കുവാൻ മനുഷ്യർ ഭൂമിയെ എങ്ങനെ ആഴത്തിൽ കുഴിക്കുന്നു, കടയുന്നു എന്ന് ഇയ്യോബ് വിവരിക്കുന്നു. ഇരുളടഞ്ഞ ഇടങ്ങളിൽ പ്രവേശിക്കാനും പർവ്വതങ്ങളെ മറിക്കാനും ഒളിഞ്ഞിരിക്കുന്ന നിധികൾ കണ്ടെത്താനും മനുഷ്യന് കഴിയും. ദൈവം മനുഷ്യർക്ക് നൽകിയ അപാരമായ ബുദ്ധിശക്തിയെയും കഴിവിനെയും ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഭൗതിക സമ്പത്ത് തിന്മയായ ഒരു വസ്തു അല്ല. അത് ദൈവത്തിൻ്റെ സൃഷ്ടിപരമായ ക്രമത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ എല്ലാം മാറ്റിമറിക്കുന്ന ഒരു ചോദ്യം ഇയ്യോബിന്റെ പുസ്തകം 28:12 നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ ജ്ഞാനമോ എവിടെ കിട്ടും? വിവേകത്തിന് സ്ഥലം എവിടെ? മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, നമുക്ക് ഭൂമി ഖനനം ചെയ്യാം, എന്നാൽ ജ്ഞാനത്തെ ഖനനം ചെയ്തെടുക്കുവാൻ കഴിയുമോ? യഥാർത്ഥ ജ്ഞാനം വില കൊടുത്ത് വാങ്ങാൻ കഴിയില്ലെന്ന് ഇയ്യോബ് വ്യക്തമാക്കുന്നു. സ്വർണത്തിന് അത് വാങ്ങാനാവില്ല, വെള്ളി കൊണ്ട് അതിനെ തൂക്കാൻ കഴിയില്ല, വിലയേറിയ രത്നങ്ങൾക്ക് അതിനോട് കിടപിടിക്കാനാവില്ല. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ, ഒരു ശമ്പളം കൊണ്ടോ, നിക്ഷേപം കൊണ്ടോ, ബിരുദം കൊണ്ടോ, സാങ്കേതിക വിദ്യ കൊണ്ടോ, രാഷ്ട്രീയ അധികാരം കൊണ്ടോ അത് സ്വന്തമാക്കാൻ കഴിയില്ല. നമ്മുടെ കാലഘട്ടത്തിന് ഇത് വളരെയധികം പ്രസക്തമാണ്. മുൻപത്തെ ഏത് തലമുറയെക്കാളും കൂടുതൽ അറിവ് നമുക്കുണ്ട്, എന്നാൽ സമാധാനം കുറവാണ്. ആഗോളതലത്തിൽ നമുക്ക് കൂടുതൽ സമ്പത്തുണ്ട്, എന്നാൽ കൂടുതൽ ഉത്കണ്ഠയുമുണ്ട്. എങ്ങനെ നിർമ്മിക്കണമെന്ന് നമുക്കറിയാം, എന്നാൽ എങ്ങനെ സുഖപ്പെടുത്തണമെന്ന് നമുക്ക് അറിവില്ല. പ്രകൃതിയെ കീഴടക്കാൻ നമുക്കറിയാം, എന്നാൽ മനുഷ്യഹൃദയത്തെ കീഴടക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. തുടർന്ന് ഇയ്യോബ് നമ്മെ ദൈവത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. ദൈവം അതിൻ്റെ വഴി അറിയുന്നു, അവൻ അതിൻ്റെ സ്ഥലം അറിയുന്നു. ഇയ്യോബ് 28:23. ജ്ഞാനം ഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്നതല്ല, അത് ദൈവത്തിൽ നിന്ന് വരുന്നു. കാറ്റുകളെ സൃഷ്ടിച്ചവനും വെള്ളത്തെ അളന്നവനും മഴയ്ക്ക് അതിരുകൾ നിശ്ചയിച്ചവനുമായ ദൈവം മാത്രമാണ് യഥാർത്ഥമായ ജ്ഞാനം നിർവചിക്കുന്നത്. ജ്ഞാനം എന്നത് നാം സ്വയം കണ്ടെത്തേണ്ട ഒന്നല്ല, മറിച്ച് വിനയത്തോടെ സ്വീകരിക്കേണ്ട ഒന്നാണെന്ന് ഇത് നമ്മെ പഠിപ്പിക്കുന്നു. ഒടുവിൽ ഇയ്യോബ് എല്ലാറ്റിലും വലിയ നീതി വെളിപ്പെടുത്തുന്നു. ഇയ്യോബ് 28:28. ദൈവമായ കർത്താവിനോടുള്ള ഭയവും ഭക്തിയുമത്രേ ജ്ഞാനം, ദോഷം വിട്ടുമാറുന്നതോ വിവേകം. യഥാർത്ഥ സമ്പത്ത് നമ്മുടെ പക്കൽ ഉള്ളതല്ല, മറിച്ച് നമ്മൾ ആരെ ബഹുമാനിക്കുന്നു എന്നതാണ്. ദൈവമായ കർത്താവിനോടുള്ള ഭക്തി എന്നത് ഭീതിയല്ല, മറിച്ച് ആഴമായ ബഹുമാനവും സമർപ്പണവും വിശ്വാസവും അനുസരണവുമാണ്. അത് ദൈവത്തെ ജീവിതത്തിൻ്റെ അരികിലല്ല, മറിച്ച് കേന്ദ്രസ്ഥാനത്ത് പ്രതിഷ്ഠിച്ച് ജീവിക്കുന്നതാണ്. അശാന്തമായി ഈ ലോകത്തിൽ യഥാർത്ഥമായ സമ്പത്ത് പണം കൊണ്ട് വാങ്ങാൻ കഴിയാത്ത സമാധാനമാണ്. യഥാർത്ഥമായ സമ്പത്ത് കഷ്ടതകൾക്ക് നശിപ്പിക്കാൻ കഴിയാത്ത പ്രത്യാശയാണ്. യഥാർത്ഥമായ സമ്പത്ത് മറ്റെല്ലാം തകരുമ്പോഴും
ഉറച്ചു നിൽക്കുന്ന വിശ്വാസമാണ്. യേശുക്രിസ്തു ഈ സത്യത്തെ ഇപ്രകാരം ഉറപ്പിച്ച് പറഞ്ഞു: ഭൂമിയിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ സ്വരുക്കൂട്ടരുത്, സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ സ്വരുക്കൂട്ടുവീൻ. മത്തായിയുടെ സുവിശേഷം 6:19-20 വരെയുള്ള വാക്യങ്ങൾ. വീണ്ടും അവിടുന്ന് ചോദിച്ചു: ഒരാൾ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? മർക്കോസിന്റെ സുവിശേഷം 8:36. നമ്മുടെ മുൻഗണനകളെ പരിശോധിക്കുവാൻ ഇയ്യോബ് 28 നമ്മെ ആഹ്വാനം ചെയ്യുന്നു. നാം എന്തിനു വേണ്ടിയാണ് അധ്വാനിക്കുന്നത്? നാം എന്തിനെയാണ് ഏറ്റവും കൂടുതൽ വിലമതിക്കുന്നത്? ഭൗമിക സമ്പത്തുകൾ മായുമ്പോൾ ബാക്കിയാവുന്നത് എന്താണ്? അനിശ്ചിതത്വങ്ങളുടെ ലോകത്തിൽ ദൈവത്തോടുള്ള ഭക്തിയും തിരുവചനത്തോടുള്ള അനുസരണവും തിന്മയിൽ നിന്നുള്ള പിന്തിരിയലും ദൈവം നമുക്ക് നൽകിയിട്ടുള്ളതായ തിരുവെഴുത്തുകളിൽ നിന്നും വായിച്ചും പഠിച്ചും പ്രാപിക്കേണ്ടതായ ദൈവിക പരിജ്ഞാനവും മാത്രമാണ് എന്നേക്കും നിലനിൽക്കുന്ന യഥാർത്ഥമായ സമ്പത്ത്. നമുക്ക് പ്രാർത്ഥിക്കാം. കൃപാലുവായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, സകല നല്ല ദാനങ്ങളുടെയും ഉറവിടമായ അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങ് ഭൂമിയുടെ സൃഷ്ടാവും സകല ജ്ഞാനത്തിൻ്റെയും ഉറവിടവുമാണ്. പലപ്പോഴും ഞങ്ങൾ താൽക്കാലികമായ കാര്യങ്ങൾക്ക് പിന്നാലെ പോകുകയും നിത്യമായവയെ അവഗണിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ഇന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ദൈവമായ കർത്താവെ, അങ്ങയെ ഭയപ്പെടുവാനും ബഹുമാനിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയെ പൂർണ്ണമായി സ്നേഹിക്കുവാനും അങ്ങയിൽ വിശ്വസിക്കുവാനും അങ്ങയുടെ മുൻപിൽ താഴ്മയോടെ നടക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ചുറ്റുമുള്ള ലോകം ഉലയുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയുടെ സത്യത്തിൽ നിലനിർത്തണമേ നാഥ. സമ്പത്ത് പരാജയപ്പെടുമ്പോൾ അങ്ങ് ഞങ്ങളുടെ ഓഹരിയായിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജ്ഞാനം കുറവായിരിക്കുമ്പോൾ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ, ഞങ്ങളെ നയിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, തിന്മയിൽ നിന്ന് പിന്തിരിയുവാനും വിശ്വസ്തയിലും സ്നേഹത്തിലും നടക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആർക്കും മോഷ്ടിക്കുവാനോ നശിപ്പിക്കുവാനോ കഴിയാത്ത യഥാർത്ഥ സമ്പത്ത് ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയിലുള്ള സമാധാനവും ക്രിസ്തുവിലുള്ള വിശ്വാസവും നിത്യതയെക്കുറിച്ചുള്ള പ്രത്യാശയും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ വിലപ്പെട്ട നിധി എന്ന് ഞങ്ങളുടെ ജീവിതം സാക്ഷ്യം വഹിക്കുമാറാകണമേ. എല്ലാ മഹത്വവും ബഹുമാനവും സ്തുതിയും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ നാഥ. ആമേൻ.